രാധേ, നിനക്കറിയാമോ, കാന്തങ്ങൾ ചിലപ്പോൾ ഭയങ്കര അപകടകാരികളാണ്. MRI സ്കാൻ ചെയ്യുന്നിടത്ത് അപകടം, ശക്തമായ കാന്തികക്ഷേത്രം എന്നൊക്കെ എഴുതുവച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ രാജു, കാന്തങ്ങളെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? അവ അപകടകാരികളല്ല, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു തടിക്കഷണം കാന്തസൂചിക്കടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? തടിക്കഷണം ഒരു കളിപ്പാവയാണോ കാന്തം അതിനെ ആകർഷിക്കാൻ? കാന്തസൂചിക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. കൃത്യം. പക്ഷേ ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുവന്നാലോ? അപ്പോൾ കാന്തസൂചി വിഭ്രംശിക്കും. കാരണം രണ്ടു കാന്തിക ധ്രുവങ്ങൾ തമ്മിലുള്ള ആകർഷണവും വികർഷണവുമെല്ലാം അവിടെ നടക്കുമല്ലോ. ഇത് കാന്തിക മണ്ഡലം ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ. മിടുക്കൻ. ഒരു കാന്തത്തിനു ചുറ്റും കാന്തിക മണ്ഡലമുണ്ടെന്നും അതിൽ കാന്തിക രേഖകളുണ്ടെന്നും നിനക്കറിയാമല്ലോ. ഈ രേഖകൾ കാന്തിക മണ്ഡലത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വെറും സാങ്കൽപ്പിക രേഖകളാണ്. പക്ഷേ സ്ഥിരമായ കാന്തങ്ങളില്ലാതെ നമുക്ക് കാന്തിക മണ്ഡലം ഉണ്ടാക്കാൻ പറ്റുമോ? കാന്തമില്ലാതെ കാന്തിക മണ്ഡലം? അതെങ്ങനെയാ? മാജിക്കാണോ? മാജിക്കല്ല, വൈദ്യുതി. ഒരു കമ്പിക്കഷണം, 9 വോൾട്ട് സെൽ, സ്വിച്ച് എന്നിവ വെച്ച് ഒരു സർക്യൂട്ട് ഉണ്ടാക്കി കാന്തസൂചിക്ക് അടുത്ത് കൊണ്ടുവരിക. സ്വിച്ച് ഓഫായിരിക്കുമ്പോൾ കാന്തസൂചിക്ക് എന്ത് സംഭവിക്കും? സ്വിച്ച് ഓഫ് ആണെങ്കിൽ കാന്തസൂചിക്ക് ഒരു മാറ്റവുമില്ലാതെ അതിന്റെ ഇഷ്ടം പോലെ നിൽക്കും. എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിയാലോ? അപ്പോൾ കാന്തസൂചി വിഭ്രംശിക്കും. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു കമ്പിക്ക് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകുന്നതുകൊണ്ടാണോ ഇത്? അപ്പോൾ ഇതിനെയാണോ വൈദ്യുതിയുടെ കാന്തികഫലമെന്ന് പറയുന്നത്? അതെ രാജു, വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് ചുറ്റും കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ഈ കാന്തിക മണ്ഡലത്തിന് ഒരു കാന്തസൂചിയിൽ ബലം പ്രയോഗിക്കാൻ കഴിയും. ഇതാണ് വൈദ്യുതിയുടെ കാന്തികഫലം. ഇനി പറ, കാന്തസൂചിയുടെ വിഭ്രംശത്തിന്റെ ദിശ കറണ്ടിന്റെ ദിശയെ ആശ്രയിച്ചിരിക്കുമോ? സംശയമുണ്ടോ? കറണ്ടിന് ദിശ മാറ്റിയാൽ കാന്തസൂചി എതിർദിശയിൽ തിരിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചാലകത്തിനു ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന്റെ ദിശ മാറിയതുകൊണ്ടല്ലേ അത്? ശരിയാണ്. ഇതു കണ്ടെത്തിയത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് എന്നൊരു ഡാനിഷ് ശാസ്ത്രജ്ഞനാണ്. 1820-ൽ അദ്ദേഹം നടത്തിയ പരീക്ഷണമാണ് വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ബന്ധം തെളിയിച്ചത്. അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് കാന്തിക മണ്ഡലത്തിന്റെ തീവ്രതയുടെ CGS യൂണിറ്റിന് ഈസ്റ്റഡ് എന്നു പേര് നൽകി. ഓ, അപ്പോൾ നമ്മുടെ കരണ്ടും കാന്തവും തമ്മിൽ നല്ല ബന്ധമാണല്ലേ. ഇനി വലതുകൈ പെരുവിരൽ നിയമം വെച്ച് കാന്തിക മണ്ഡലത്തിന്റെ ദിശ എങ്ങനെ കണ്ടെത്താമെന്ന് പറ. വലതുകൈ പെരുവിരൽ നിയമം വളരെ ലളിതമാണ്. കറണ്ടിന്റെ ദിശയിൽ പെരുവിരൽ വരുന്ന രീതിയിൽ ഒരു ചാലകത്തെ വലതുകൈ കൊണ്ട് ചുറ്റിപ്പിടിക്കുന്നതായി സങ്കൽപ്പിച്ചാൽ ചുറ്റിപ്പിടിച്ച വിരലുകൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ കാണിക്കും. അതായത് കറണ്ട് മുകളിലേക്ക് ഒഴുകുമ്പോൾ എന്റെ വിരലുകൾ ക്ലോക്ക് വൈസ് ദിശയിൽ ചുറ്റുന്നു. അപ്പോൾ കാന്തിക മണ്ഡലവും ക്ലോക്ക് വൈസ് ദിശയിലായിരിക്കും. എളുപ്പമല്ലേ? അതെ. അതുപോലെ ആംബിയറുടെ നീന്തൽ നിയമവും ഉണ്ട്. കാന്തസൂചിയെ നോക്കിക്കൊണ്ട് വൈദ്യുത പ്രവാഹ ദിശയിൽ ഒരാൾ നീന്തുന്നതായി സങ്കൽപ്പിച്ചാൽ അയാളുടെ ഇടതുവശത്തേക്ക് കാന്തസൂചിയുടെ നോർത്ത് പോൾ വിഭ്രംശിക്കും. എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ നിയമങ്ങളൊക്കെ നല്ലതാ. അപ്പോൾ ഈ സോളിനോയിഡ് എന്ന് പറയുന്ന സാധനം എന്താണ്? അത് കാന്തശക്തിക്ക് എന്തു ചെയ്യും? സോളിനോയിഡ് എന്നത് ഒരു സ്പ്രിംഗ് പോലെ സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത കവചിത ചാലകമാണ്. ഇതിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ കാന്തിക മണ്ഡലമുണ്ടാകും. ചാലക ചുറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ കാന്തശക്തി കൂടും. അതുപോലെ വൈദ്യുതിയുടെ അളവ് കൂട്ടിയാലും കാന്തശക്തി കൂടും. അപ്പോൾ ഒരു സോളിനോയിഡിന് ചുറ്റും മാഗ്നറ്റിക് കോമ്പസ് വെച്ച് സ്വിച്ച് ഓൺ ചെയ്താൽ എന്തു സംഭവിക്കും? കാന്തസൂചികൾ വിഭ്രംശിക്കും. ചുറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ വിഭ്രംശവും കൂടും. കറന്റ് കൂട്ടിയാലും വിഭ്രംശം കൂടും. ഒരു പച്ചിരുമ്പ് കോറായി വെച്ചാൽ കാന്തശക്തി വീണ്ടും കൂടും. അപ്പോൾ ശക്തി കൂടിയ വൈദ്യുതകാന്തമുണ്ടാക്കാൻ ചുറ്റുകളുടെ എണ്ണം കൂട്ടണം, കറണ്ട് കൂട്ടണം, പിന്നെ ഒരു പച്ചിരുമ്പ് കൂറും വെക്കണം, അല്ലേ? കൃത്യം. ഒരു സാധാരണ ബാർ മാഗ്നറ്റിനും വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡിനും ചുറ്റും ഉള്ള കാന്തിക മണ്ഡലം ഒരുപോലെയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ബാർ മാഗ്നറ്റിന്റെ കാന്തശക്തി സ്ഥിരമാണ്. കാന്തിക ധ്രുവത മാറ്റാൻ പറ്റില്ല. എന്നാൽ ഒരു സോളിനോയിഡിന്റെ കാന്തശക്തി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ധ്രുവതയും മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോഴാണ് ഈ MRI സ്കാനർ, മാഗ്ലെവ് ട്രെയിൻ, വൈദ്യുത മോട്ടോർ എന്നിവയിലൊക്കെ വൈദ്യുതകാന്തങ്ങൾ ഉപയോഗിക്കുന്നത്. MRI സ്കാനിങ്ങിന് പോകുമ്പോൾ ആഭരണങ്ങളെല്ലാം ഊരിവെക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അവിടുത്തെ കാന്തിക മണ്ഡലം വളരെ ശക്തിയുള്ളതാണ്. ലോഹങ്ങളെ ആകർഷിച്ച് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കണ്ടോ, ശാസ്ത്രം എത്ര രസകരമാണെന്ന്! എല്ലാത്തിനും അതിന്റേതായ നിയമങ്ങളുണ്ട്.